വീണ്ടും കല്യാണ വീഡിയോ ആണ്. വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുന്നേ ഞാൻ ഫസ്റ്റിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 3 ആണ് കേട്ടോ. ഞാൻ കല്യാണ തലേന്ന് പോയതും കല്യാണത്തിൻ്റെ അന്നൊക്കെ നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലത്തെ പരിപാടിയാണ്. നമ്മളെ ഇനായത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഓസോ എന്ന് പറയുന്ന ഒരു പറവണ്ണ ടീമാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഇവൻറ്റ് മാനേജ്മെൻറ്റ് അവരാന്ന് തോന്നുന്നു. അപ്പോൾ നല്ല ഫുഡായിരുന്നു, നല്ല ട്രീറ്റായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അത് പ്രത്യേകിച്ച് പറയണം. ആ ഓഡിറ്റോറിയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തതും ഓടി നടന്ന് ചെയ്യുന്ന ഇങ്ങനെ കാണുമായിരുന്നു. ഓരോ സ്റ്റാഫും നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ കേട്ടോ. ഇതെൻ്റെ ഇർഫുൻ്റെ മോള് 2 മക്കളാണ് കേട്ടോ. മൂത്തവളുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ചെറുതിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ ഞാൻ അവളെയും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. ഇത് ഇനായത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഫുൾ എ സി ആയതുകൊണ്ട് തന്നെ നമ്മൾ ചൂടറിയാണ്ട് അവിടെ ഇരുന്നിട്ടോ. വന്നവരാരും പോയിട്ടില്ല എന്നാണ് തോന്നുന്നത് കല്യാണത്തിന്. എല്ലാവരും അവിടെ നമ്മുടെ സദസ്സ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. പുറത്തുള്ള ചൂട് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ പോലും പുറത്ത് പോയിട്ടില്ല. എല്ലാവരും അകത്ത് നല്ല കൂളായിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ചെറുക്കൻ്റെ ഫാമിലിയാണ് കേട്ടോ. പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും എൻട്രിയാണ്. ചെറുക്കൻ്റെ ഫാമിലിയാണ് ഈ ഡാൻസൊക്കെ കളിച്ച് വരുന്നത്. നമുക്ക് കൂടുതലായിട്ട് അവരെ അറിയാത്തതുകൊണ്ട് ഞാൻ അവരെക്കുറിച്ചൊരു വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. വീഡിയോ വരാൻ പോകുന്നുള്ളൂ, നമ്മുടെ സൈഡിൽ നിന്നുള്ള വീഡിയോ കേട്ടോ. അതൊരു 1.5 വൈബാണ് കേട്ടോ. താന്നൂക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് ഒരാളതിനകത്ത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതാ സ്റ്റേജിലേക്ക് എൻട്രി ചെയ്യാണ് മോൾട്ടിയും ഹസ്ബൻഡ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റേജ് ഡെക്കറേഷൻ പറയുകയാണെങ്കിലും അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അവിടെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും പറയുകയാണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും എൻജോയ് ചെയ്തിട്ടുള്ളൊരു കല്യാണം നമ്മൾ കൂടുന്നത് കേട്ടോ. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ വൈബിനനുസരിച്ചിട്ടുള്ള ഒരു ഫാമിലി ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വൈബിനനുസരിച്ച് എല്ലാവരും ഒരേ വൈബിൽ ഇങ്ങനെ പോകുന്നതുകൊണ്ടായിരിക്കും ആ കല്യാണം അത്ര അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. 2 കൂട്ടരും, പെണ്ണിൻ്റെ കൂട്ടരാണെങ്കിലും ശരി ചെറുക്കൻ്റെ കൂട്ടരാണെങ്കിലും ശരി, 2 കൂട്ടരും കട്ടക്ക് ഇങ്ങനെ നിൽക്കുക. അതൊരു വല്ലാത്ത കാര്യം തന്നെയാണ്. എല്ലാവരും എപ്പോഴും അങ്ങനെ സഹകരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ കണ്ടില്ലേ, പെണ്ണൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഇല്ല. ഇപ്പം പൊതുവെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കും കയറി അങ്ങോട്ട് കളിക്കാൻ തോന്നുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ടീം. ഞങ്ങളെ താന്നൂർ വൈബ്സ് കണ്ടോളിട്ടാ. ഇവർക്ക് ഇപ്പോൾ ചെറുക്കൻ്റെ കല്യാണമാണോ പെണ്ണിൻ്റെ കല്യാണമാണോ എന്നൊന്നുമില്ല. നമ്മളെവിടെ പോയാലും പാട്ടിട്ടാൽ കളിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച ഒരാളുണ്ട്. അവനാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആൾ. അതിൻ്റെ അകത്ത് ഇങ്ങനെ വരുമ്പോൾ കണ്ടെത്തിയ ആൾ ആരാന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ താന്നൂക്കാരുടെ ഡാൻസ്. ഇതൊന്നുമല്ല, ഇത് നമ്മുടെ ഫോണ് ക്ലാരിറ്റി ഒന്നുമില്ല, വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ആ പരിധിക്കുള്ളിൽ, എൻ്റെ പരിധിക്കുള്ളിൽ ഞാനിങ്ങനെ ഓപ്പണായിട്ട് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പോയി എടുക്കാനൊരു ചമ്മലുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വല്ലാണ്ട് എടുത്തിട്ടില്ലതാ. നമ്മുടെ ഇവരെങ്ങനെ ഡാൻസ് കളി ഇവനല്ല കേട്ടോ. ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട ഒരാൾ വരും. അവനെ കണ്ടാൽ കണ്ടോര് എന്നോട് പറയട്ടോ, ഞാൻ കണ്ട് എന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റിലും ഇല്ല കേട്ടോ. അവനക്ക് എക്സാം ആയ കാരണം ദാണ്ട് ഞാൻ പറയുന്ന ആൾ അതാണ് മുത്ത്. ഫസ്റ്റിലോന് വരാൻ പറ്റിയിട്ടില്ല. അവനക്ക് എക്സാം ആയിരുന്നു കേട്ടോ. ഡിഗ്രിയുടെ എന്തോ എക്സാം ആയതുകൊണ്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അവനെ ശരിക്കും ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഫാത്തിം താത്തൊക്കെ ഇതാ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കിട്ടുന്ന ആളുകളൊക്കെ മാക്സിമം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താന്നൂക്കാർ വിട്ടിട്ട് ഒരു കളിയില്ല. ചെറുക്കൻ്റെ ഫാമിലിയാണോ അതോ പെണ്ണിൻ്റെ ഫാമിലിയാണോ ഏറ്റവും കൂടുതൽ ഡാൻസ് കളിക്കുന്നത് നമ്മൾ നോക്കുന്നത്. അങ്ങനെ കല്യാണം ഞങ്ങൾ കളറാക്കി പൊളിച്ചടക്കി അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ടുട്ടുവിൻ്റെ ഡാൻസ് കണ്ടില്ലേ? അങ്ങനെ ഓരോരുത്തർ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും എല്ലാവരുടെ ഡാൻസൊക്കെ കണ്ട് നമ്മളെല്ലാവരും ആ സ്റ്റേജിൽ തന്നെ അങ്ങനെ കുറേ സമയം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റേജ് ഡെക്കറേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഏതാണ് പേര് മറന്നുപോയി. അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ബ്ലാക്ക് ഷർട്ട് ഇട്ട് കണ്ണട വെച്ച ആൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ആ ഒരു മുതലാണ്. ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന്, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നിട്ട് എനിക്ക് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ വിരുന്നിന് പോയപ്പോഴാണ് എന്നെ അവരിട്ടിട്ട് തൂക്കി വിട്ടത്. അപ്പോൾ എന്തായാലും അവന് കിട്ടൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാ. പിന്നെ സ്റ്റേജിൽ ഡാൻസ് ഓപ്പണായി വക കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് സ്റ്റേജ് ഡെക്കറേഷൻ്റെ കാര്യം പറഞ്ഞതാണ്. ഇതൊക്കെ ശരിക്കും എൻ്റെ ഫോണിൽ ഒരു വൈബും കിട്ടുന്നില്ല, ഒരു ഭംഗിയും കിട്ടുന്നില്ല. വല്ല ഐഫോണൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ അടിപൊളിയായിരിക്കും. അത്രക്കും ഭംഗിയായതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കിയിരുന്നിട്ട് ഒന്നുകൂടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടെ കല്യാണം കഴിച്ചാലോ എന്ന് തോന്നി. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് സൈബോത്താനി ടീമിനൊക്കെ കാണുന്നത്. വീണ്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ അവിടെ ബാക്കി ഉണ്ടാവുമല്ലോ കഴിക്കാൻ. അങ്ങനെ കാവേ, പിന്നെ ലെമൺ ജ്യൂസ്, ലൈം ജ്യൂസ്, ഒരു ജ്യൂസല്ല ടീ ആണ് കേട്ടോ. ലെമൺ ടീയും മിൻറ്റ് ടീയും ഒക്കെ കഴിച്ച് ഇതാണ് നമ്മൾ ഇവിടെ തൊട്ടടുത്ത് നമ്മളെ വീട്. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോൾ കഴിച്ചെന്ന് പറഞ്ഞ് തെറ്റിപ്പോയി കുടിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.